ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന മറ്റ് 9 മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സനാതനധർമ്മം എന്നറിയണം. നമ്മൾ ഈ പിന്തിരിപ്പൻ എന്ന് പറയുമ്പോൾ പലർക്കും ധാരണയുണ്ട് സെമറ്റിക് മതങ്ങളുടെ പഴയ നിയമത്തിലേക്കുള്ള പ്രയാണത്തിനെയാണ് സാധാരണഗതിയിൽ പിന്തിരിപ്പൻ എന്ന് അവഹേളനാത്മകമായിട്ട് പറയുന്നത്. ഭാരതത്തിലെ പിന്തിരിപ്പൻ വേദസന്ദേശം. ഇന്നത്തെ സന്ധ്യാസന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വേദത്തിലെ ഒരു വരി പോലും ഭീകരത പലർത്തുന്നില്ല, നെഗറ്റീവുകളില്ല. ഞാൻ ചിലത് പറയാം. ഈ സന്ധ്യയ്ക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അസതോ മാ സദ്ഗമയ. ഏത് മതത്തിനെതിരെയാണത്, ഏത് ദൈവത്തിനെതിരെയാണ്, ഏത് പുസ്തകത്തിനെതിരെയാണെന്ന് വെറുതെ ചിന്തിക്കുക. ഇനി പറയാൻ പോകുന്നതൊക്കെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകണം. അത് ആരാണോ പറയുന്ന അയാള്. തമസോമ ജ്യോതിർഗമയ. ജാതി മത ഇസ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെയാണ് ഈ പ്രാർത്ഥന. ഇരുട്ടിൽ നിന്ന് നന്മയിലേക്ക് പോകണം, ഈ വെളിച്ചത്തിലേക്ക് പോകണം. മൃത്യോർമ അമൃതം ഗമയ. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പോകണം. സർവേ ഭവന്തു സുഖിനഃ. എല്ലാവരും സുഖമായിരിക്കണം. സർവേ സന്തു നിരാമയ. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. സർവേ ഭദ്രാണി പശ്യന്തു. എല്ലാവരും മംഗളകരമായ ജീവിതം നയിക്കണം. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ആരും ദുഃഖിക്കുന്നവരായിട്ടുണ്ടാവരുത്. ഹിന്ദുക്കൾ സുഖമായിരിക്കണം, ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർ സുഖമായിരിക്കണം, ഹിന്ദു ഈശ്വരനെ ആരാധിക്കുന്നവർ സുഖമായിരിക്കണം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. സഹനാഭവതു. നമുക്ക് ഒരുമിച്ച് നിലനിൽക്കണം, ഹിന്ദുക്കൾ ഒരുമിച്ച് നിലനിൽക്കണം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവർ ഒരുമിച്ച് നിലനിൽക്കണം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പുസ്തകം വായിക്കുന്നവർ ഒരുമിച്ച് നിലനിൽക്കണം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. സഹനാഭവതു സഹനൗ ഭുനക്തു. കർമ്മബലം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കണം. സഹവീര്യം കരവാവഹൈ. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. തേജസ്വിനാവധീതമസ്തു. അപ്രകാരം തേജസ്വികളാകാൻ സാധിക്കണം. മാ വിദ്വിഷാവഹൈ. ഒരുവനോടും വിദ്വേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏത് വേദപ്രാർത്ഥന എടുത്ത് നോക്കാം. സകലമാന ദ്വിപദേ സം ചതുഷ്പദേ. 2 കാലി മൃഗങ്ങൾക്കും 4 കാലി മൃഗങ്ങൾക്കും എല്ലാത്തിനും നന്മ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മാനവരാശിക്കും നന്മ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള പ്രയാണം പിന്തിരിപ്പനാണോ? അതിലേക്കുള്ള പ്രയാണത്തിലേക്കല്ലേ ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. വിശ്വം ഭവത്യേക നീടം. ഈ ലോകം ഒരൊറ്റ പക്ഷിക്കൂട് മാതിരിയാവണം. വിവിധ ശബ്ദമുള്ള, വിവിധ നിറങ്ങളുള്ള, തൂവലുകളുള്ള പക്ഷികൾ ഒരുമിച്ച് വരണം. അതാണ് വേദപ്രാർത്ഥന. അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എൻ്റെ അമ്മയാണ്, ഞാൻ ഭൂമിയുടെ മകനാണ്. ഈ ഭൂമിയിലുള്ള 750 കോടി ജനതയും ഒരമ്മയുടെ മകനാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? സഹോദരന്മാരല്ലേ? ഈ വൈദിക പ്രാർത്ഥന സന്ധ്യാവേളയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിം ഒരിക്കലും എൻ്റെ ദൈവം, എൻ്റെ പുസ്തകം, എൻ്റെ വഴി, എൻ്റെ ആചാര്യൻ, ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ പുണ്യസ്ഥലം, എൻ്റെ ചിഹ്നം മാത്രം ശരിയെന്ന് ഹിന്ദു പറഞ്ഞിട്ടില്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അത് എൻ്റേതാണ്. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത. ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ. ഇതാണ് വൈദിക പ്രാർത്ഥന. ഇതിലേക്കുള്ള പ്രയാണം പിന്തിരിപ്പനല്ല. അതാണ് പ്രോഗ്രസീവ് എന്ന് ബോധമില്ലാത്ത ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും പഠിക്കാൻ താല്പര്യമുള്ള കുറേ ക്രിസ്ത്യാനികളും എന്തൊക്കെയോ ഉണ്ടെന്ന് ചിന്തിച്ചു തുടങ്ങിയ കുറച്ച് മുസ്ലിങ്ങളും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഉറങ്ങുന്നവരെ നമുക്ക് എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന വ്യക്തികളിൽ മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. ഗതി കെട്ടാൽ പുല്ലും തിന്നും. ഇവരെ തോൽക്കുമ്പോഴും ഒരു ഗതിയില്ലാതെ കേരളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും ഇവരെ തിരിച്ചറിയും. ഇപ്പൊ ഇവരുടെ വീട്ടുകാരും മക്കളും ഭാര്യമാരും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരും തിരിച്ചറിയുന്ന ദിവസം ഉണ്ടാവും. കട്ടിലിൽ എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്ന യമധർമ്മരാജാവ് പോലും ഉപേക്ഷിച്ച് വോൾഗാ നദിയിലെ വെള്ളം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുമ്പോൾ, ജീവൻ ഉള്ളതിനും ജീവൻ ഇല്ലാത്തതിനും ഇടയ്ക്ക് അർദ്ധമരണപ്രായമായിട്ട് കിടക്കുമ്പോൾ ഇവർ മനസ്സിലാക്കും ഈ നാടിൻ്റെ നന്മകളുടെ പ്രാർത്ഥനയുടെ അർത്ഥം.